ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയാണ് പഞ്ചീകരണം അല്ലെങ്കിൽ പഞ്ചീകരിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ, നമ്മുടെ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും, അതുപോലെ ഈ വിശ്വം തന്നെ എങ്ങനെയാണ് ഈ പഞ്ചമഹാഭൂതങ്ങള്, ആ പഞ്ചമഹാഭൂതങ്ങൾക്ക് 3 ഭാവങ്ങള്, സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഭാവങ്ങള്. ഇങ്ങനെ സാത്വികമായ ഭാവങ്ങളെ കൊണ്ട് നമ്മുടെ ഓരോരോ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വെവ്വേറെയായിട്ട് എങ്ങനെയാണ് അത് രൂപപ്പെട്ടത്, അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, അതുപോലെ അന്ധകരണ വൃത്തികൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയിട്ടുള്ളതൊക്കെ എങ്ങനെ പ്രത്യേകം പ്രകടമായി എന്നുള്ളത് ചതുർവിംശതി തത്വപ്രകാരം പറയാം എന്ന് പറഞ്ഞ 24 തത്വങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുക. അങ്ങനെ ജീവജാലങ്ങൾ എങ്ങനെയാണ്, അണ്ടജ, ഉദ്ഭിജ, ജീവജ, വിരായുജം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എന്താണ് ജീവൻ എന്ന് പറയപ്പെട്ടു. തത്തത് ശരീര അഭിമാനി ജീവ അനന്ത ബ്രഹ്മാണ്ടാഭിമാനി ച ഈശ്വര. ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വ്യഷ്ടിതലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒന്നായിട്ടാണ് തത്തത് ശരീര അഭിമാനി ജീവ. അതുപോലെ അനന്ത ബ്രഹ്മാണ്ടാഭിമാനി ഈശ്വരൻ. ഇപ്പൊ അനന്ത ബ്രഹ്മാണ്ടം, അതിലാണ് ബ്രഹ്മാണ്ടവും പിന്നെ പിണ്ടാണ്ടമായിരിക്കുന്ന ശരീരവും. അപ്പോ ജീവനും ഈശ്വരനും. തുടർന്ന് ഏവം പിണ്ടബ്രഹ്മാണ്ടയോഹോ ഐക്യം സംഭൂതം. ഇങ്ങനെ പിണ്ടബ്രഹ്മാണ്ടങ്ങളുടെ ഐക്യം സംഭവിക്കേണ്ടതാണ്, സംഭവിക്കുന്നു. ഇതൊരു തിരിച്ചറിവും കൂടിയാണ് വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ വ്യഷ്ടി തലത്തിലാണ് ജീവൻ, സമഷ്ടിയിൽ ഈശ്വരനാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈശ്വരനാണെന്ന് വിസ്മരിക്കപ്പെടുന്നത്? അതിന്റെ കാരണത്തെ പറയൂ. സ്ഥൂല ശരീരാഭിമാനി ജീവനാമകം ബ്രഹ്മപ്രതിബിംബം ഭവതി. സ്ഥൂല ശരീരാഭിമാനിയായിട്ടുള്ള ജീവൻ വാസ്തവത്തില് ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ്. അപ്പൊ ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് സ്ഥൂല ശരീരാഭിമാനിയായിട്ടുള്ള ജീവൻ. അത് എത്ര കാലം? സ്ഥൂല ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നിടത്തോളം കാലം, അത്രയേ ഉള്ളൂ. പിന്നെ ആ സയേവ ജീവ, അതേ ജീവൻ തന്നെയാണ് പ്രകൃത്യ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. ആ ജീവൻ തന്നെ പ്രകൃത്യ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. അവിടെ പ്രകൃതി എന്ന് പറയുമ്പോൾ സത്വരജ തമോ ഗുണാത്മിക, ആ മായ ഉപാധിയോട് കൂടിയിട്ടുള്ള. അപ്പോ ആ മായയില് ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നമായി ധരിക്കുന്നു. സയേവ ജീവ പ്രകൃത്യ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. തന്നിൽ നിന്ന് ഭിന്നനാണ്, വേറിട്ടതാണ് ഈശ്വരൻ എന്ന് കരുതുന്നു. ഈ കരുതലിന്റെ കാരണം എന്താണ്? പ്രതിബിംബമായതിൽ, ചൈതന്യത്തിൽ, അതിൽ തെറ്റിദ്ധരിക്കുന്നതാണ്. തൊട്ട് പറഞ്ഞുവല്ലോ, തത്തത് ശരീരാഭിമാനി ജീവ അനന്ത ബ്രഹ്മാണ്ടാഭിമാനി ഈശ്വര. ഇങ്ങനെയാണ് ഈശ്വരനും ജീവനും വേറിട്ട് നിൽക്കുന്നത്. സ്ഥൂല ശരീരാഭിമാനി, സ്ഥൂല ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നത് കൊണ്ട്. മാത്രമല്ല അടുത്തത് പറയുന്നു, അവിദ്യോപാധി സന് ആത്മാ ജീവ ഇതി ഉച്യതേ. അവിദ്യ ഈ അജ്ഞാനം എന്ന ഉപാധിയിലൂടെ പ്രകടമാകുമ്പം ആ ആത്മാ ആണ് വാസ്തവത്തിൽ ജീവൻ
എന്ന് പറയുന്നത്. ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കുകയാണ്. അപ്പോ ഈശ്വരനെയും ജീവനെയും എങ്ങനെയാണ് വേറിട്ടറിയേണ്ടത്? വളരെ സംക്ഷിപ്തമായിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി നല്ല രീതിയിൽ പറഞ്ഞു വെക്കുക. ഒറ്റ വാക്കിൽ പറയുക. അവിദ്യോപാധി സന് ആത്മാ ജീവ ഇതി ഉച്യതേ. അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന ഉപാധിയിലൂടെ പ്രകടമാകുന്ന ആത്മാ ജീവൻ എന്ന് പറയും. അപ്പൊ അജ്ഞാനമാകുന്ന ഉപാധിയിലൂടെ പ്രകടമാകുന്ന സമയത്താണ് അതിനെ ജീവൻ എന്ന് പറയുന്നത്. ഇനി മായോപാധി സന് ഈശ്വര ഇതി ഉച്യതേ. അത് മായ എന്നുള്ള ഉപാധിയിലൂടെ പ്രകടമാകുമ്പോഴോ അത് ഈശ്വരൻ എന്ന അവസ്ഥയെ കൈവരുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവൻ മായയ്ക്കും മായ ഈശ്വരനും അധീനപ്പെട്ടിരിക്കുന്നു. ഇതാണ് രണ്ട് വ്യത്യാസങ്ങൾ. ഇതൊന്ന് വ്യഷ്ടി തലത്തിലും മറ്റൊന്ന് സമഷ്ടി തലത്തിലും. അപ്പൊ വ്യഷ്ടി തലത്തില് ഇവിടെ എന്താണ്? ജീവൻ മായയ്ക്കും, അതുപോലെ സമഷ്ടി തലത്തില് മായ ഈശ്വരനും അധീനമായിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ വ്യഷ്ടി അജ്ഞാനം അവിദ്യയും സമഷ്ടി അജ്ഞാനം മായയും. അപ്പൊ എന്നിൽ അവനവനിൽ നിൽക്കുമ്പോൾ അതെന്താണ്? അവിദ്യയാണ്. അത് സമഷ്ടിയിൽ വരുമ്പോഴോ സമഷ്ടി അജ്ഞാനമാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ മായോപാധിയാണ് ഈശ്വരൻ, ജീവോപാധിയായിട്ട് ജീവൻ. ഇങ്ങനെ ഏവം അതിനെ കുറച്ച് വിശദമാക്കുക, വിസ്തരിക്കുകയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തീരും, മുന്നോട്ട് വരുമ്പോ തീരും. ഏവം ഉപാധി ഭേദാത് ജീവേശ്വര ഭേദദൃഷ്ടി യാവത് പര്യന്തം തിഷ്ഠതി താവത് പര്യന്തം ജന്മമരണാദി രൂപസംസാര ന നിവർത്തതേ. ഏവം ഉപാധി ഭേദാത് ജീവേശ്വര ഭേദദൃഷ്ടി യാവത് പര്യന്തം തിഷ്ഠതി. ഇപ്രകാരം ഏവം ഉപാധി ഭേദാത്, ഉപാധിഭേദം കൊണ്ട് എന്തിന്? ജീവേശ്വര ഭേദദൃഷ്ടി, ജീവനും ഈശ്വരനും വേറെയാണെന്ന ഭേദദൃഷ്ടി, രണ്ടെന്ന ഭാവം, ആ തോന്നൽ ഏതുവരേക്കും നിലനിൽക്കും? യാവത് പര്യന്തം തിഷ്ഠതി. യാവത് പര്യന്തം തിഷ്ഠതി, എത്ര കാലം നിലനിൽക്കും? താവത് പര്യന്തം, അത്ര കാലം ജന്മ മരണാദി രൂപ സംസാര ന നിവർത്തന്തേ. അത്രയും കാലം പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം. ഈ ക്രമം ഇതെന്താണ്? താവത് പര്യന്തം, അത്ര കാലം ജന്മമരണാദി രൂപസംസാര ന നിവർത്തതേ. അതിൽ നിന്ന് നിവർത്തിക്കില്ല. ഏതിൽ നിന്ന്? ജനിമൃതികളിൽ നിന്ന് നിവർത്തിക്കാത്ത ഒരു ചക്രം. അതിനാണ് ഈ സംസാര ചക്രം എന്ന് പറയുക. അപ്പൊ ഈ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏത് കാലം വരെ? ഈ രഹസ്യം അറിയാത്തിടത്തോളം കാലം വരെ. തസ്മാത്, അതുകൊണ്ട് തസ്മാത് കാരണാത്, ആ കാരണം കൊണ്ട് ജീവേശ്വരയോ ഭേദബുദ്ധി ന സ്വീകാര്യ. ആ കാരണം കൊണ്ട്, ഏത് കാരണം കൊണ്ട്? സംസാര ചക്രത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ പാടുമല്ലോ, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. എന്താണ് അതിന്റെ താല്പര്യം? ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഇതാണ് ഈ കറക്കം. അപ്പൊ ഈ കറക്കത്തെ, ഇതിനെ ജയിക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ പറയുന്നു തസ്മാത് കാരണാത്, ഈ കാരണം കൊണ്ട് ജീവേശ്വരയോ ഭേദബുദ്ധി ന സ്വീകാര്യ. ജീവൻ ഈശ്വരൻ ഇതിലുള്ള ഭേദബുദ്ധി അത് സ്വീകാര്യമല്ല. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക? ഇവിടെ തന്നെ ആചാര്യസ്വാമികൾ ഈ തത്വബോധത്തിൽ ഒരു കൗണ്ടർ അവതരിപ്പിക്കുന്നു, ഒരു പൂർവപക്ഷം. അതെങ്ങനെയാണ്? ഈ ജീവൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ, ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പറയും ജീവൻ അല്പജ്ഞനാണ്.
ഈശ്വരനോ സർവജ്ഞനാണ്. അതുപോലെ തന്നെ അല്പശക്തിയുള്ളവനാണ്, സർവശക്തിമാനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് രണ്ടും ശരിയാവുക? അതെങ്ങനെ ശരിയാവൂ എന്നുള്ള ഒരു സംശയം. ആ സംശയത്തെ പറയുക. നനു സാഹങ്കാരസ്യ കിഞ്ചിത് അജ്ഞസ്യ ജീവസ്യ നിരഹങ്കാരസ്യ സർവജ്ഞസ്യ ഈശ്വരസ്യ തത്വമസീതി മഹാവാക്യാത് കഥം അഭേദബുദ്ധി സ്യാത് ഉഭയോഹോ വിരുദ്ധ ധർമ്മക്രാന്തത്വാത്. ചോദ്യരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയല്ലേ എന്നുള്ള പൂർവപക്ഷത്തെ, ആ കൗണ്ടറിനെ ഇവിടെ ശാസ്ത്രം തന്നെ അവതരിപ്പിക്കുന്നു. എന്താ പറയുന്നത്? എന്തുകൊണ്ടെന്നാല് നനു സാഹങ്കാരസ്യ കിഞ്ചിത് അജ്ഞസ്യ, എന്താണ്? അഹങ്കാരിയാണ്, അതുപോലെ അല്പജ്ഞനുമായിട്ടുള്ള ജീവൻ, നിരഹങ്കാരിയും സർവജ്ഞനുമായിട്ടുള്ള ഈശ്വരനും തമ്മില് ഭേദമില്ല എന്ന അഭേദബുദ്ധി എങ്ങനെ ഉണ്ടാവും? അതിന് ഇവിടെ പറയുന്നു എന്താണ്? തത്വമസി മഹാവാക്യാത് കഥം അഭേദബുദ്ധി സ്യാത് ഉഭയോഹോ വിരുദ്ധ ധർമാക്രാന്തത്വാത്. ഇത് അന്യോന്യ വിരുദ്ധ ധർമ്മങ്ങളാണ്. അല്പജ്ഞതയും സർവജ്ഞതയും, അല്പശക്തിയും സർവശക്തിയും ഒക്കെ. ഇതെങ്ങനെയാണ് ഒന്നാണെന്ന് പറയുക? അപ്പോ ഇവിടെ എങ്ങനെയാണ് തത്വമസി മഹാവാക്യത്തിന്റെ വെളിച്ചത്തിൽ അതൊന്നാണെന്നൊക്കെ പറയുക? അപ്പൊ അതിന് ആ സംശയത്തെ, ഇത് സ്വാഭാവികമായിട്ടും നമ്മളാണ് ആ സത്യം, പരമമായ സത്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഇരിക്കട്ടെ, കേൾക്കാൻ സുഖമുണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ അതിന് ആ സംശയത്തെ ദൂരീകരിച്ചു തരുന്നു. ഇത് ചെയ്തുന്ന അത് ഇങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ തത്വമസി, അത് നീയാകുന്നു. അതില് ത്വംപദത്തിന് ഒരു വാച്യാർത്ഥമുണ്ട്. ആ വാച്യാർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ വാച്യാർത്ഥത്തെയാണ് എന്തു പറയുന്നത്? സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വംപദ വാച്യാർത്ഥ. ഇനി ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധ ചൈതന്യം ത്വംപദ ലക്ഷ്യാർത്ഥ. അപ്പോ ത്വംപദത്തിന് തത്, അത്, ത്വം നീ, അസി ആകുന്നു. അതായത് അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരൻ, നീ ഈശ്വരനാണ്, അത് നീയാകുന്നു, ആ ഈശ്വരൻ നീയാകുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാവുന്നതാണ് ചോദ്യം. അല്പശക്തൻ എങ്ങനെ സർവശക്തനുമായിട്ട്, അല്പജ്ഞൻ എങ്ങനെ സർവജ്ഞനുമായിട്ട് ഏകീഭവിക്കുന്നു, അല്ലെങ്കിൽ അത് ഒന്നാകുന്നു എന്നതാണെങ്കിൽ അതിനാണ് തത്വമസി മഹാവാക്യത്തിന്റെ, അതിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി. എന്താ പറയുന്നത്? ഈ ത്വംപദത്തിന് വാച്യാർത്ഥവുമുണ്ട്, ത്വംപദത്തിന് ലക്ഷ്യാർത്ഥവുമുണ്ട്. അപ്പൊ വാച്യാർത്ഥത്തിൽ ആരാണ്? സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനിയാണ്. എന്നാല് അതേ സ്ഥൂല സൂക്ഷ്മ നമ്മുടെ ശരീരത്തിൽ തന്നെ എങ്ങനെ ഈ ശരീരവുമായി ബന്ധമില്ലാതെ ആത്മാ ഉപാധി വിനിർമുക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് മുമ്പ് പറയപ്പെട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതിനെ ഉപാധി വിനിർമുക്തം സമാധി ദശാസമ്പന്നം ശുദ്ധ ചൈതന്യം ത്വംപദ ലക്ഷ്യാർത്ഥ. അങ്ങനെ ത്വംപദത്തിന് ഒരു ലക്ഷ്യമുണ്ട്, വാച്യാർത്ഥമല്ല, ലക്ഷ്യാർത്ഥമുണ്ട്. ആ ലക്ഷ്യാർത്ഥത്തെ അത് സൂചിപ്പിക്കുന്നു. ഉപാധികളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള
സമാധി ദശയെ പ്രാപിച്ചതായിട്ടുള്ള ശുദ്ധ ചൈതന്യം എന്നാണ് ത്വംപദത്തിന്റെ ലക്ഷ്യാർത്ഥം. ഏവം ഇപ്രകാരം സർവജ്ഞാതി വിശിഷ്ട ഈശ്വര തത്പദവാച്യാർത്ഥ. ഇനി അത് ഈശ്വരനെ കുറിച്ച് പറയുകയാണല്ലോ, അതിനുമുണ്ട് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും. അപ്പൊ വാച്യാർത്ഥത്തിൽ എന്താണ്? ഏവം സർവജ്ഞാതി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ. ഏവം ഇപ്രകാരം സർവജ്ഞത്വാദി സർവജ്ഞ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാൽ വിശേഷപ്പെട്ട ഗുണങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഈശ്വരൻ തത്പദത്തിന്റെ വാച്യാർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരന്റെ തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥം എന്താണ്? പറയുന്നു, ഉപാധി ശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ. അപ്പൊ ഉപാധി വിനിർമുക്തമായിട്ടുള്ള, ഉപാധികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ശുദ്ധ ചൈതന്യമാണ് തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥം. അവിടെയാണ് ഈ തതും ത്വമ്മും ലക്ഷ്യാർത്ഥത്തിൽ ഒന്നാണ്, വാച്യാർത്ഥത്തിൽ രണ്ടും രണ്ടാണ്. വാച്യാർത്ഥത്തിൽ തിര വേറെ, നുര വേറെ, പദ വേറെ, കുമിള വേറെ, ആഴി വേറെ, സമുദ്രം വേറെ, കിണറ് വേറെ. എന്നാൽ ലക്ഷ്യാർത്ഥത്തിൽ എടുക്കുമ്പോഴോ, ജലം എന്നതിനെ നമ്മൾ പരിഗണിക്കുമ്പോഴോ, അവിടെ പിന്നെ ഈ കുളവും ഇല്ല, തിരയും നുരയും പതയും ഒന്നുമില്ല. ഈ വ്യാവഹാരികം പാരമാർത്ഥികം, സത്യത്തിനും ഇതേപോലെ രണ്ട് തലങ്ങളുണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വാച്യാർത്ഥത്തിലാണ്. ലക്ഷ്യാർത്ഥത്തിലോ ഉദയവും ഇല്ല, അസ്തമയവും ഇല്ല. അപ്പൊ ഇവിടെ ലക്ഷ്യാർത്ഥത്തിൽ ത്വംപദത്തിന്റെ ലക്ഷ്യാർത്ഥവും തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥവും ഒന്നാണ്. ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ. ഏവം ച ഇപ്രകാരം ജീവേശ്വരയോഹോ ചൈതന്യരൂപേണ ഭേദബാധക അഭാവഃ. ഇപ്രകാരം ജീവേശ്വരയോഹോ ചൈതന്യ രൂപേണ, ചൈതന്യ ദൃഷ്ട്യാ ജീവനും ഈശ്വരനും തമ്മിലുള്ള അഭേദഭാവം ഒരിക്കലും ഒന്നിനാലും ബാധിക്കപ്പെടുന്നതല്ല. കാരണം അത് ഏകമാണ്. ഏവം ച ഇപ്രകാരം വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച സർവേഷു അപി ഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധി ഉത്പന്ന തേ ജീവൻ മുക്ത ഇത്യർത്ഥഃ. ഏവം ച ഇപ്രകാരം വേദാന്തവാക്യൈഹി, ഇങ്ങനെയുള്ള വേദാന്തവാക്യങ്ങളാൽ, ഇതിപ്പോ ചാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ ഉദ്ദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് തത്വമസി മഹാവാക്യം. അതുപോലെ അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളാലും വേദാന്തവാക്യൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 വാക്യങ്ങളാണ്. അപ്പൊ ഈ മഹാവാക്യങ്ങളാൽ, ആ മഹാവാക്യങ്ങളെ എങ്ങനെ വേണം? സദ്ഗുരു ഉപദേശേന, അത് ഗുരു വ്യാഖ്യാനം ചെയ്യണം. സ്വന്തം നിലയ്ക്ക് ബുക്ക് നോക്കി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടോളണം എന്നൊക്കെയാണ്. അങ്ങനെ ഗുരു ഉപദേശം കൊണ്ട് സർവേഷു അഭിഭൂതേഷു, സർവേഷു അഭിഭൂതേഷു സർവ ജീവജാലങ്ങളിലും യേഷാം ബ്രഹ്മബുദ്ധി, ആർക്കാണോ ബ്രഹ്മബുദ്ധി, ബ്രഹ്മബുദ്ധി എന്ന് പറഞ്ഞാൽ സർവം, ഇതം സർവം ഈശാവാസ്യം. അപ്പൊ ഇതല്ലാതെ ഇത് താനും ഈശ്വരനും തമ്മിലുള്ളത് മാത്രമല്ലേ. താനും ഈശ്വരനും എന്നുള്ളത് അതാണ് ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നത്. ഒരു ഭേദവുമില്ല ഒന്നുമായിട്ട്, അഭേദബുദ്ധി ഉണ്ടാവും. തന്നെയാണ് പറയുന്നത് യേഷാം ബ്രഹ്മബുദ്ധി. അതാണ് സമദർശനം എന്ന് പറയുന്നത്. സമം ഹി ബ്രഹ്മ. അപ്പൊ സമദർശനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദർശനമാണ്. അപ്പൊ ബ്രഹ്മബുദ്ധി, സമബുദ്ധി, ബ്രഹ്മബുദ്ധി എന്നൊക്കെ പറയും. സമബുദ്ധി ഉത്പന്ന, ആർക്കാണോ ആ സമബുദ്ധി ഉത്പന്നമായിട്ടുള്ളത്, ബ്രഹ്മബുദ്ധി ഉത്പന്നമായിട്ടുള്ളത്,
തേ ജീവൻ മുക്താഹ, അവരെയാണ് ജീവൻ മുക്തന്മാർ എന്ന് ഇത്യർത്ഥ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. അവരെ കുറിച്ചാണ് ജീവൻ മുക്തന്മാർ എന്ന് പറഞ്ഞത്. എന്ത് പ്രകാരം വേദാന്ത വാക്യങ്ങളും സദ്ഗുരു ഉപദേശം കൊണ്ടും സർവത്ര തന്നിൽ ആദ്യം അത് അനുഭവിക്കുന്നു, തുടർന്ന് മറ്റുള്ളതിലും അതിനെ അനുഭവിക്കും. യസ്മിൻ യസ്തു ആത്മനി അനുപശ്യതഃ, ആരാണോ തന്നെ പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തെ തന്നിലും തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈശാവാസ്യത്തിൽ പറഞ്ഞു, തത്ര കോ മോഹക്ക ശോകഃ ഏകത്വം അനുപശ്യത, ആ ബ്രഹ്മത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന്, ഏകത്വത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ശോകമോഹങ്ങളെ ഇവിടെ അവരാണ് ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, നനു ജീവൻ മുക്തഃ കഹ, അങ്ങനെയാണെങ്കിൽ ആരാണ് ജീവൻ മുക്തൻ? അപ്പൊ എങ്ങനെയാ ജീവൻ മുക്തൻ, ഞാൻ ജീവമുക്തനാണോ എന്നെങ്ങനെയാ അറിയുക? ജീവൻ മുക്തന് വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടോ? ആ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുക. എന്താണ് ജീവൻ മുക്തന്റെ ലക്ഷണം? യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയഃ, യഥാ എപ്രകാരമാണോ ദേഹോഹം, അഹം ദേഹ, ഞാൻ ശരീരമാണ്, പുരുഷോഹം, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്, അഹം ശൂദ്രോഹം, ഞാൻ ശൂദ്രനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ഇങ്ങനെ പലതും ഞാൻ അഹം അഹം എന്ന് എന്നെക്കുറിച്ച് ഇത് ദൃഢനിശ്ചയ, ഒരു സംശയവുമില്ലാതെ ഉറപ്പാർക്കാണോ ഉള്ളത്? ആരാണ് അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നത്? എന്തൊക്കെയാ വിശ്വസിക്കുന്നത്? ദേഹോഹം, ഞാൻ തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, കറുത്തവനാണ്, നീളം കൂടിയവനാണ്, കുറഞ്ഞവനാണ്, അതുപോലെ ഞാൻ പുരുഷനാണ്, ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ഊരത്തിൽ പിറന്ന പുരുഷനാണ്, ഞാൻ മകം പിറന്ന മങ്കയാണ്, ഒക്കെ ഇരിക്കട്ടെ, ഞാൻ ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഞാനൊരു ശൂദ്രനാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വിശ്വസിക്കുന്നുണ്ട്. ദൃഢനിശ്ചയമാണ് അവരെ സംബന്ധിച്ച്. അങ്ങനെ ദൃഢനിശ്ചയം പൂണ്ടവരാരാണ്? അതുപോലെ നാഹം ബ്രാഹ്മണ, ഞാൻ ബ്രാഹ്മണനല്ല, ന ശൂദ്ര, ഞാൻ ശൂദ്രനല്ല, ന പുരുഷ, ഞാൻ പുരുഷനല്ല, കിന്തു അസംഗ, എനിക്ക് ഇതൊന്നുമായിട്ട് ഒരു സംഘവുമില്ല, സച്ചിദാനന്ദ സ്വരൂപ, ഞാൻ എന്താ? സച്ചിദാനന്ദ സ്വരൂപൻ, പ്രകാശരൂപ, എന്റെ രൂപം പ്രകാശമാണ്, സർവന്തര്യാമി, എല്ലാറ്റിൻ്റെയും അന്തര്യാമിയാണ്, ചിദാകാശരൂപ, ചിദാകാശരൂപനാണ്, അസ്മീതി ദൃഢനിശ്ചയ രൂപ. ഇത് ആർക്കാണ് ദൃഢനിശ്ചയം വന്നിട്ടുള്ളത്? അപരോക്ഷജ്ഞാനവാൻ, ഇങ്ങനെ പരോക്ഷജ്ഞാനവാനാണോ? അല്ല. ഏതിൻ്റെങ്കിലും എന്താ അപേക്ഷിച്ചിട്ടാണോ? അല്ല. ഇതിനാണ് അപരോക്ഷാനുഭൂതി എന്ന് പറയുന്നത്. ഈ അപരോക്ഷാനുഭൂതി അനുഭവിക്കുന്ന അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്ത, അതിനാണ് ജീവൻ മുക്ത. ഇത് ശങ്കരാചാര്യര് ചോദ്യരൂപത്തിൽ ഹസ്താമലകനോട് ചോദിക്കുന്നത് ഇതാണ്, നീ ആരാണ് എന്ന ചോദ്യം. വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ, കിം നാമധേത്വം കുത ആഗതോസി, ഏതന്മയോക്തം വദചാർഭകത്വം മത് പ്രീതയെ പ്രീതി വിവർദ്ധനോസി എന്ന് കുട്ടിയോട് ചോദിച്ചുവല്ലോ. കസ്ത്വം ശിശോ, കുട്ടി നീ ആരാണ്? കുതോസി ഗന്ധ, നീ എവിടുന്ന എങ്ങോട്ടേക്കാണ് പോണത്? കുത ആഗതോസി, നീ എവിടുന്ന വരുന്നത്? തവ നാമകിം, എന്താ നിന്റെ പേര്? ഹേ കൊച്ചുകുട്ടി, അല്ലയോ അർഭക. കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ, കിം നാമതേ ത്വം കുത ആഗതോസി, ഏതന്മയോക്തം വദചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി.
എനിക്ക് പ്രീതി ഉണ്ടാകും വിധത്തിൽ നീ എനിക്ക് ഉത്തരം നൽകിയാലും എൻ്റെ ഈ ചോദ്യത്തിൽ, നീ ആര്, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, നിന്റെ പേരെന്താണ്, ഇതൊക്കെയാണ് അവൻ ചോദിച്ചത്. നല്ല ചോദ്യമായി. ഇവന് ചോദ്യമൊക്കെ ഭയങ്കര പെരുത്തിഷ്ടായി. അപ്പൊ മൂപ്പര് പറയുന്ന മറുപടിയാണ് ജീവൻ മുക്തന്റെ മറുപടി. അവൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന ദേശക്കാരനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. നാഹം മനുഷ്യോ നജദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്സഹ ന ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. നാഹം മനുഷ്യോ ന അഹം മനുഷ്യ, ഞാൻ മനുഷ്യനല്ല. നജ ദേവയക്ഷോ, ഞാൻ ദേവനോ യക്ഷനോ കിന്നരനോ ആ ഗണത്തിൽപ്പെടുന്ന ഒന്നുമല്ല. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ, ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല. ഞാൻ ബ്രഹ്മചാരിയോ ഗാർഹസ്ഥ്യനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ന ഭിക്ഷു, ഞാൻ അതുമല്ല. പിന്നെ ആരാണ്? നിജബോധരൂപഃ, അഹം ബോധസ്വരൂപഃ. ഇവിടെ പറഞ്ഞല്ലോ, അഹം സർവാന്തര്യാമി ചിദാകാശരൂപ. ഇതാർക്കാണ്? ദൃഢനിശ്ചയ, നല്ല ബോധ്യം വന്നവനാണ് അവൻ. ഹസ്താമലകൻ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നെല്ലിക്ക, ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ചാൽ എപ്രകാരം സത്യമോ അതേപോലെ കരതല, എന്താ പറയാ, നമ്മൾ പറയല്ലോ, ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ചതുപോലെ ഹസ്താമലൻ, നല്ല ഉറപ്പുറ്റ ബാലന്. അതിവിടെ ആചാര്യസ്വാമികൾ അതാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദൃഢനിശ്ചയ രൂപ അപരോക്ഷ ജ്ഞാനവാൻ ജീവൻ മുക്ത. അതാണ് ജീവൻ മുക്തൻ. ബ്രഹ്മൈവാഹമസ്മീതി അപരോക്ഷ ജ്ഞാനേന നിഖില കർമ്മബന്ധ വിനിർമുക്തഃ സ്യാത്. പറഞ്ഞിട്ടും ആചാര്യസ്വാമികൾക്ക് മതിയാവുന്നില്ല. പറയുന്നു, ബ്രഹ്മൈവാഹമസ്മി, അഹം ബ്രഹ്മാസ്മി, അതാണ് ബ്രഹ്മൈവാഹം അസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. ഇത് അപരോക്ഷ ജ്ഞാനേന, മറ്റൊന്നിനെയും അപേക്ഷിക്കാത്ത ജ്ഞാനത്തോടുകൂടി, ശുദ്ധ ചൈതന്യമായിരിക്കുന്ന അറിവിനാൽ, നിഖില കർമ്മബന്ധ വിനിർമുക്തഃ സ്യാത്, എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വിനിർമുക്തനായി തീരുന്നു. അപ്പോ അങ്ങനെയാകുമ്പോ ഒരൊറ്റ ചോദ്യം വന്നു, എന്താ ഈ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും എന്ന്? അപ്പൊ ഏതൊക്കെ കർമ്മങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? സ്വാഭാവികമായി ശിഷ്യന്റെ ജിജ്ഞാസ. കർമാനി കതിവിധാനി സന്ധി ഇതി ചേത്, കർമ്മങ്ങൾ എത്ര വിധം എന്നാണെങ്കിൽ, സന്ധി ഇതി ചേത് എന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ, കർമ്മങ്ങൾ 3 വിധം. ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്ധി. ത്രിവിധാനി സന്ധി, അത് 3ആയിട്ടിരിക്കും. എന്തൊക്കെയാണ്? ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം. ഇങ്ങനെ ആഗാമി കർമ്മമെന്നും സഞ്ചിത കർമ്മമെന്നും പ്രാരബ്ധ കർമ്മമെന്നും കർമ്മങ്ങൾ 3 വിധമുണ്ട്. ഈ 3 കർമ്മബന്ധങ്ങളും ഒഴിയും. അപ്പൊ ആദ്യം എന്താണ് ഈ 3 കർമ്മങ്ങൾ എന്നറിയേണ്ടത്? അതിനെക്കുറിച്ച് പറയും. ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യദസ്തി തദാഗാമി ഇത്യഭിധീയതേ. ഇത് അഭിധീയതേ ഇത്യഭിധീയതേ പ്രകാരം പറയപ്പെടുന്നു. എന്താണ്? ജ്ഞാനോത്പത്തി അനന്തരം, ജ്ഞാനോദയത്തിനു ശേഷം, ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം, ജ്ഞാനിയുടെ ദേഹത്താൽ ചെയ്യപ്പെടുന്ന, ജ്ഞാനോത്പത്തിക്ക് ശേഷം ജ്ഞാനിയുടെ ദേഹത്താൽ ചെയ്യപ്പെടുന്ന സ്വാഭാവികമായിട്ടും കർമ്മങ്ങളിൽ പുണ്യവും പാപവും ഉണ്ട്. ആ പുണ്യപാപ രൂപത്തിലുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ തന്നെയാണ്
പുണ്യപാപരൂപം കർമ്മം യദസ്തി, ഏതൊക്കെ നിലകൊള്ളുന്നുവോ തദാഗാമി ഇത്യഭിധീയതേ, അതാണ് ആഗാമി. ആഗാമി എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന കർമ്മങ്ങളാണ്. അതാണ് ആഗാമി എന്ന് പറയുന്നത്, വരുന്നത്. എല്ലാവരും സംബന്ധിച്ചു നമ്മൾ ചെയ്യുന്ന ഓരോരോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. ഇതെല്ലാം ആഗാമിയും സഞ്ചിതവും പ്രാരബ്ധവുമായി മാറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയുകയാണ്. അത് ആദ്യത്തേത് ആഗാമി. സഞ്ചിതം കിം, സഞ്ചിതം കർമ്മ കിം, എന്താണ് സഞ്ചിത കർമ്മം? പറയുന്നു, അനന്തകോടി ജന്മനാം ബീജഭൂതം സൻ യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി യത് തത് സഞ്ചിതം ജ്ഞേയം. സഞ്ചിതം ജ്ഞേയം, സഞ്ചിതം എന്ന് അറിയപ്പെടണം. ഏതിന്? അനന്തകോടി ജന്മനാം ബീജഭൂതം സൻ യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. എന്താണ്? അനന്തകോടി ജന്മനാം, ഏതൊന്നാണോ അനന്തകോടി, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും ജന്മങ്ങൾക്ക് മൂലകാരണമായിരിക്കുന്ന, ഇതൊക്കെ എന്താണ്? പൂർവാർജിതങ്ങളായ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി, അത് മുൻപ് ചെയ്യപ്പെട്ടത്, ഇതാണ് പൂർവാർജിതം. അതിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ളത്. അങ്ങനെ അത് ഏതാണോ പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം, അതാണ് സഞ്ചിത കർമ്മം എന്നറിയപ്പെടുന്നത്. അപ്പൊ ജന്മത്തിന് കാരണം തന്നെ കർമ്മങ്ങളാണ്. അതോ എത്ര എന്ന് ചോദിച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും, അതിന് കണക്കൊന്നുമില്ല, കൗണ്ട്ലെസ് ആണ്. പ്രാരബ്ധം കർമ്മക്കും ഇത് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ പ്രാരബ്ധ കർമ്മം എന്താണ്? ഇതം ശരീരമുത്പാദ്യ ഇഹ ലോകേ ഏവ സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവ ക്ഷയ ഇതി. എന്താണ്? ഇതം ശരീരമുത്പാദ്യ, ശരീരം ജന്മമെടുത്തതിന് ശേഷം ഇഹ ലോകേ ഏവ, ഈ ലോകത്തിൽ തന്നെ സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ, സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പ്രാരബ്ധമാണ്. ഭോഗേന നഷ്ടം ഭവതി, പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കുക എന്നുള്ളതാണ് ഒരു വഴി. അത് അനുഭവിച്ചു തന്നെ തീരണം. എന്നിട്ടോ ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവ ക്ഷയ ഇതി, അത് അനുഭവം കൊണ്ടേ നഷ്ടം ഭവിക്കുള്ളൂ എന്നാണ് അതിനൊരു പ്രമാണം. സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹമിതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. അപ്പൊ ഈ കർമ്മബന്ധങ്ങളൊക്കെ ഒഴിയെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് പറയുന്നത്? ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മൈവാഹം അസ്മി ഇതി എന്ന ചിന്ത, അത് ആർക്കാണോ സംശയലേശമന്യേ ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരെ സംബന്ധിച്ച് സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യം അത് എന്താ പറയാ, ഡിലീറ്റ് ആയിക്കോളും. ഈ അറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, അതിന് നിലനിൽപ്പില്ല. ആഗാമി കർമ്മ അപി ജ്ഞാനേന നശ്യതി. കിംച ആഗാമി കർമ്മണാം നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധം ന അസ്തി. അസ്തി, അതെന്താണ്? ആഗാമി കർമ്മ അപി, ആഗാമി കർമ്മങ്ങളും വന്ന് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി ആചാര്യസ്വാമികള് നല്ലൊരു ദൃഷ്ടാന്തത്തെ അവതരിപ്പിച്ചിരിക്കുക. എങ്ങനെയാണെന്നാണെങ്കിൽ, നളിനീദളഗത ജലവത്, താമര ഇതളിലെ വെള്ളത്തുള്ളി കണക്ക്, അതിനെ ലേപനം ചെയ്യാൻ അതിന് സാധിക്കാത്തതുപോലെ ഇതൊന്നും ഒട്ടലില്ല. ഒട്ടൽ അതിൽ ജ്ഞാനിയെ സംബന്ധിച്ച്, ഈ അറിവ് നേടിയ ഒരാളെ സംബന്ധിച്ച് കർമ്മബന്ധങ്ങൾ അവളെ സ്വാധീനിക്കുന്നില്ല. നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധം നാസ്തി ന അസ്തി, സംബന്ധം ഉണ്ടാകുന്നില്ല. മറ്റതെന്താണ്? അത് അനുഭവം കൊണ്ട് തീരുന്നു,
അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ശരീരമാണെന്ന് ഒരു ബോധം ഇല്ല എങ്കിൽ പിന്നെ അതിന് വന്ന അനുഭവങ്ങളൊന്നും തൻ്റെ അനുഭവങ്ങളല്ല. ഇവിടെ ആചാര്യസ്വാമികള് അതിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. കിംചയെ ജ്ഞാനിനം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതി ജ്ഞാനി ദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി. നല്ലതാണ്. എന്തോ ആചാര്യസ്വാമികൾ ഇവിടെ അങ്ങനെ പറയും. എന്താ പറയുന്നത് എന്നാണെങ്കിൽ എന്താണ്, കിംചയെ ജ്ഞാനിനാം സ്തുവന്തി ഭജന്തി അർച്ചയന്തി. ആരാണോ ജ്ഞാനികളെ, മഹാത്മാക്കളെ, അതാരും ആവാം, ഈ സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള ആളുകളെ, ആരാണ് അവരെ എന്താ പറയാ അംഗീകരിക്കുക, അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാതിരിക്കുന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്തുവന്തി, അവരെ സ്തുതിക്കുന്നു. അതുപോലെ ഭജന്തി, സേവിക്കുന്നു. അർച്ചയന്തി, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരെ പരിഗണിക്കുന്നു. അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കും. അതാരാണോ ചെയ്യുന്നത്, താൻ പ്രതി ജ്ഞാനി ദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി. അവരുടെ കർമ്മത്തില് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ജ്ഞാനിയുടെ. അപ്പൊ അവരെ ആരാണോ ഇതുപോലെ അവരുടെ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റി കൊടുക്കുന്നത്, അവർക്ക് എന്ത് കിട്ടും? ഇവരുടെ കർമ്മങ്ങളുടെ പുണ്യം അവർക്ക് കിട്ടും. കർമ്മത്തിന് ഫലമുണ്ട്, ആ ഫലം എവിടെയെങ്കിലും എത്തിച്ചേരണം. അതുകൊണ്ട് ഇവരുടെ പുണ്യം അവർക്ക് കിട്ടും. തുടർന്ന് ഏ ജ്ഞാനിനം നിന്ദന്തി ദുഷന്തി ദുഃഖപ്രദാനം കുർവന്തി താൻ പ്രതി ജ്ഞാനി ദേഹകൃതം സർവം ആഗാമി ക്രിയമാണം യദവാച്യം കർമ്മ പാപാത്മകം തത് ഗച്ഛതി. അപ്പോ ഏ ജ്ഞാനിനം നിന്ദന്തി ദുഷന്തി ദുഃഖപ്രദാനം കുർവന്തി. ആരാണോ ജ്ഞാനികളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവർക്ക് ദുഃഖമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്, താൻ പ്രതി ജ്ഞാനി ദേഹകൃതം സർവം. ആരാണ് ഈ പറഞ്ഞ ഏടാകൂടങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഓരോ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? ഈ ജ്ഞാനി തന്നെ, ജ്ഞാനിയുടെ കർമ്മങ്ങളിൽ ഗുണവും ദോഷവും ഉള്ളതുണ്ട്. അപ്പൊ ആ ദോഷത്തിന്റെ ഫലം മുഴുവൻ ചെന്ന് ചേരുന്നത് ഇവരിലായിരിക്കുന്ന പാപാത്മകം തത് ഗച്ഛതി. ആ പാപം എല്ലാം അവർ ചുമന്നുകൊള്ളും. ഇതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിക്കോളും. കാരണം അദ്ദേഹം ഇത് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. അവർ തഥാച ആത്മവിത് സംസാരം തീർക്കുക ബ്രഹ്മാനന്ദം ഇഹ ഇവ പ്രാപ്നോതി. ഇങ്ങനെ ആത്മവിത് ആത്മാവിനെ അറിഞ്ഞവൻ സംസാരം തീർക്കുക, ഈ സംസാരത്തെ തരണം ചെയ്തിട്ട് ബ്രഹ്മാനന്ദം, പരമാനന്ദം, ആ ബ്രഹ്മാനുഭവം, അതാണ് ബ്രഹ്മാനന്ദം. ഇഹ ഇവ, ഇവിടെ തന്നെ, വേറെ ഏതെങ്കിലും ഒരു ലോകത്തല്ല, ഇവിടെ തന്നെ പ്രാപ്നോതി, പ്രാപിക്കും. തരതി ശോകം ആത്മവിത് ഇതി ശ്രുതേഹേ. ശ്രുതിയിൽ, ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആത്മവിത് ആത്മൈവ ഭവതി, അതൊന്ന്. പിന്നെയോ തരതി ശോകം ആത്മവിത്, ആത്മജ്ഞാനി, സാക്ഷാത്കരിച്ചവൻ എല്ലാ ശോകങ്ങളെയും തരണം ചെയ്യുന്നു എന്ന് ശ്രുതി വാക്യമുണ്ട്, ഉപനിഷത്ത് വാക്യമുണ്ട് എന്ന് പറയും. തനും ത്യജതു. ഇനി അങ്ങനെ ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ ദേഹം, ഭൗതിക ദേഹം എവിടെ ഉപേക്ഷിക്കട്ടെ എന്ന് ഇതും കുറച്ച് എക്സ്ട്രീമായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിലെന്നോ വിശേഷപ്പെട്ട സ്ഥലങ്ങളിലെന്നോ ദിവസത്തിലെന്നോ പറയണം. തനും ത്യജതുവാ കാശ്യാം ശവചസ്യ ഗൃഹേ അഥവാ ജ്ഞാനസംപ്രാപ്തി സമയേ മുക്തോ അസൗ വിഗതാശയ ഇതി സ്മൃതേശ്ച. അദ്ദേഹത്തിന്റെ ശരീരത്തെ കാശിയിലാവട്ടെ, ചിലപ്പോ കാശി പോയപ്പോഴായിരിക്കാം. അതായത് ഇനി അതല്ല, ശവജസ്യ ഗൃഹേ, നായെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ചണ്ടാളന്റെ
ഗൃഹത്തിലോ രണ്ട് ഇത് പറയാ. ഏറ്റവും ഉത്കൃഷ്ടമെന്ന് ജനങ്ങള് ലോകം ഉദ്ഘോഷിക്കുന്ന, ഏറ്റവും നികൃഷ്ടമെന്ന് പറയുന്ന ഈ രണ്ട് എക്സ്ട്രീമിൽ ഇതിൽ എവിടെയാവട്ടെ എന്നാണ്. എന്താണ്? കാശിയിലാവട്ടെ, ചണ്ടാളന്റെ കുടിലാവട്ടെ, ജ്ഞാനസംപ്രാപ്തി സമയത്ത് എല്ലാ ആശകളിൽ നിന്നും മുക്തനായിട്ടുള്ള ആ ജീവൻ മുക്തൻ തന്നെയാണ്. ആ ജീവൻ മുക്തനെയാണ് സ്മൃതിയും ശ്രുതിയും ഒക്കെ പ്രകീർത്തിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇതി തത്വബോധ പ്രകരണം സമാപ്തം. ഇത്രയും പറഞ്ഞ് തത്വബോധ പ്രകരണത്തെ ആചാര്യസ്വാമികള് സമാപിപ്പിക്കുന്നു. ഇതാണ് തത്വബോധത്തെ കുറിച്ചുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഒരു, എന്നാൽ ഏറെക്കുറെ നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ഷമിക്കണം, എല്ലാ ഭാഗങ്ങളും വിസ്തരിച്ച് തന്നെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആചാര്യസ്വാമികളുടെ തന്നെ പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി ഉണ്ട്, ദക്ഷിണാമൂർത്തി സ്തോത്രമുണ്ട്, ജീവൻ മുക്താനന്ദ ലഹരി, കുറെ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. ആത്മബോധമുണ്ട്, അപരോക്ഷാനുഭൂതിയുണ്ട്, ദൃഗ്ദൃശ്യ വിവേകമുണ്ട്, പിന്നെ ചെറിയ കൃതികളായിട്ടുള്ള ഭജഗോവിന്ദം മുതലായിട്ടുള്ള അതുണ്ട്, വാക്യവൃത്തി, പഞ്ചദശി, വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശി നല്ലൊരു പ്രകരണ ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികള്, ആത്മവിദ്യാ പഞ്ചകം, ജന്നി നവരത്നമഞ്ജരി, ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകമൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ്. ഇങ്ങനെ അനേക കൃതികൾ, ആചാര്യന്മാരുടെ കൃതികളൊക്കെ നമുക്ക് മനനം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോം സഹായകമാകട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കാണിച്ചിട്ടുള്ള ഇതിന്റെ ഒരു സൗകര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ലോകത്തിന്റെ പല ഭാഗത്ത് എന്താ പറയാ, ഇന്ന് നമ്മൾ പറയുന്നതിന് ദിവസം തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ട് കേൾക്കുന്നവർ, ചൊവ്വാഴ്ച കേൾക്കുന്നവർ ബുധനാഴ്ച, ചൊവ്വാഴ്ച പറയുമ്പോൾ ബുധനാഴ്ച കേൾക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദിവസം തന്നെ അത്രയും കാല ദൈർഘ്യമുള്ള പ്രദേശങ്ങളിലിരുന്ന്, അമേരിക്കയിലിരുന്ന് കേൾക്കുന്നു, പല ഭാഗങ്ങളിൽ ഇരുന്നിട്ട് കേൾക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ ഇരുന്നിട്ട്. മറ്റേത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ കുറച്ച് പേര് വരുന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത് കുറേയും കൂടെ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. പിന്നെ നമുക്ക് ഇവിടെ ആശ്രമത്തിൽ ഇരുന്നാൽ മതി, ആശ്രമത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാത്ത സൗകര്യം ഇന്ന് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സൗകര്യത്തെ നമുക്ക് ഇതിനു വേണ്ടി ഇനിയും കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ ചിലർ ചോദിച്ചിരുന്നു, എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ശങ്കരാചാര്യർ ഇവിടെ പറഞ്ഞതുപോലെ ഈ എന്താ പറയാ, അത് ശങ്കരാചാര്യർ പറഞ്ഞത് പറയത്തില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നമുക്ക് വലിയ ഇതായിരിക്കും, എന്താ ഒരു സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, ഒരു ഗുരുദക്ഷിണ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രകരണ ഗ്രന്ഥത്തെ മുഴുവൻ ഗുരു പരമ്പരയുടെ പാദത്തിൽ സമർപ്പിക്കണം. ഒപ്പം ഇതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.